മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് കാണിക്കട്ടോ. നല്ല അടിപൊളി ചെരുപ്പാണ്, നല്ല പൂട്ടീസ് ചെരുപ്പാണ്, വളരെ അഫോർഡബിൾ റേറ്റിലുള്ള ചെരുപ്പാണ് കേട്ടോ. അപ്പം പ്രൊഡക്ട്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, കാരണം നമുക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. നല്ലൊരു ചെരുപ്പാണേ. അപ്പോൾ ഇന്ന് നമ്മുടെ മൗനരാഗത്തിൽ കാണിക്കുന്നത് മാലുവിൻ്റെ മടിയിൽ കിടക്കുന്ന ഗംഗപ്രസാദിനെ കാണുന്ന വേലുവിനെ ആയിരുന്നല്ലോ. അപ്പോൾ വേലു അത് കണ്ട് ഡീന്ന് വിളിക്കുന്നതോടെ ഗംഗ എഴുന്നേക്കാൻ പോകുന്നു. അപ്പോൾ മാലു പറയുക എഴുന്നേക്കണ്ട, അമലു പറയുക വേണ്ട വേണ്ട എഴുന്നേക്കണ്ട, അവൻ എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. നമ്മുടെ വേലു അടുത്തേക്ക് വരുമ്പോൾ ഗംഗയും അമലും കൂടി എഴുന്നേക്കുവാണ് ചെയ്യുന്നത്. എടി എന്തിൻ്റെ പുറപ്പാടി ഇത്, വേലു ചോദിക്കുവാണ് കേട്ടോ. അപ്പം കാട്ടിൽ ഇതാണ് നടക്കുന്നത്, മാമനും മാമിയും അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമാലു ചോദിക്കുവാണ്, അറിയാത്ത കാര്യം ഇയാൾ അറിയിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുക. വേലു പറയാ, നിൻ്റെയും ഇയാളെയും മാമനും മാമിക്കും വലിയ വിശ്വാസമാണ്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. നീ നോക്കിക്കോ, ഒരു ദിവസം ഇവൻ നിന്നെ കരയിപ്പിക്കും, ഇവിടെ നിന്ന് പോകും. എന്താ അവൻ പറയുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ നമ്മുടെ ഗംഗ. അപ്പോൾ അമാലു ചോറയാണ്, ഞാനും ഇയാളും തമ്മിൽ വേലായുധൻ കരുതുന്ന പോലെ ഒരു ബന്ധം ഇല്ലെന്നാണ് നമ്മുടെ വിനായകേട്ടൻ പറയുന്നതെന്ന് അമാലു പറയുകയാണ് കേട്ടോ. അപ്പോൾ വേലു പറയുക, എടി എനിക്ക് പഠിപ്പില്ല വിവരമില്ല, പക്ഷേ എനിക്ക് തലച്ചോറില്ലെന്ന് കരുതരുത്. കാലങ്ങളായി നാട്ടിലുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുന്നത് നമ്മൾ പാവങ്ങളായതുകൊണ്ടാണ്, സത്യസന്ധരായതുകൊണ്ടാണ് എന്നൊക്കെ വേലു പറയുവാണേ. അമാലു പറയും, ഇയാൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത്, ഇയാൾ തേനെടുക്കാൻ വന്നതല്ലേ, അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇത്തിരി നേരെ അങ്ങ് പോവുക. അങ്ങനെ നടന്നാൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല തേൻ കിട്ടും, 4-5 കുപ്പി എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ വേലു പറയാം, ഞാൻ എടുത്തോളാം, കാട്ടിൽ ഞാനൊരു കാര്യം അന്വേഷിച്ചിറങ്ങിയാൽ ഉറപ്പായും കാട് എനിക്കത് തരാറുണ്ട്. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്നെ ഇതുപോലെ വേദനിപ്പിക്കരുത്. അമാലു പറയാം, നിങ്ങൾക്ക് എപ്പോഴും എന്നെ സംശയമാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഇഷ്ടമല്ല. വേലു പറയാം, ഇഷ്ടമല്ല എന്നത് എനിക്ക് മനസ്സിലായി, നീ പുറമേ പാവത്തെ പോലെ നിന്നിട്ട് ഉള്ളിൽ വിഷം വെച്ചുകൊണ്ടിരിക്കുവാണെന്ന് എനിക്കറിയാമെന്ന് വിനായകൻ്റെ നേരെ നോക്കിയിട്ട് വേലു പറയുവാണേ. നിന്നെ രക്ഷിച്ചത് ഞാനാണ്, മുക്കാലും ചത്ത നിന്നെ പൊക്കിയെടുത്ത് ഊരിലെത്തിച്ചത് ഞാൻ മാത്രമാണ്. അങ്ങനെയുള്ള എനിക്ക് നിന്നെ പഴയ പരുവത്തിലാക്കാൻ അധിക സമയം വേണ്ടാന്ന് പറയുവാണേ. അമാലു പറയാം, ഒന്നാക്കി നോക്ക്, അതോടെ ഇയാളും ഈ കാട്ടിലുണ്ടാവില്ല, ഈ ഭൂമിയിലും. വേലു പറയാം, നീ സ്നേഹിക്കുക, അതിൻ്റെ അവസാനം എന്താണെന്ന് കാണാം എന്ന് പറയുക. അപ്പോൾ ഗംഗ ഇതൊക്കെ പറഞ്ഞിട്ട് വേലു അങ്ങ് പോകുമ്പോൾ ഗംഗ ചോദിക്കുക, എന്തിനാ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമാലു പറയാം, അവൻ്റെ സംസാരം കേട്ടില്ലേ, എനിക്ക് വിനായകേട്ടനോട് ഇഷ്ടമാണ്, അതവൻ മനസ്സിലാക്കണം, എങ്കിലേ അവൻ എന്നെ മറക്കൂ. എൻ്റെ വിനായകേട്ടൻ എന്നെ തള്ളിക്കളയാതിരുന്നാൽ മാത്രം മതിയെന്ന് പറയുവാണ്. ഗംഗയും അമാലും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയിലിൽ രാഹുലിനെ രാഹുൽ ജയിലിൽ ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ ചെയ്യുവാണ്. അപ്പോൾ അങ്ങോട്ട് മനോഹരനെ കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ കൂടെയുള്ളൊരു ജയിൽ പുള്ളി രാഹുലിനോട് പറയും, ചേട്ടാ നോക്കിക്കേ ആരാ വരുന്നതെന്ന് നോക്കിയെന്ന് പറയുമ്പോൾ രാഹുലും വിക്രമും അങ്ങോട്ട് നോക്കുവാണ് കേട്ടോ. അപ്പോൾ മനോഹരനെ കാണുവാണ് ചെയ്യുന്നത്. ൻ്റെ കൂടെ വാർഡനും ഉണ്ട് കേട്ടോ. അപ്പോൾ രാഹുൽ പെട്ടെന്ന് അങ്ങ് പാഞ്ഞെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാരും തടയുന്നുണ്ട്, എടാ മാറി നിൽക്കണം. അപ്പോൾ രാഹുൽ ചോദിക്കുക, കൊണ്ടുവന്നോ സാറേ ഇവനെ? അപ്പോൾ വാർഡൻ പറയുക, നിൻ്റെ ഭാഗത്ത് നിന്ന് ഈ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ കണ്ണൂരിലേക്ക് നിന്നെ ഷിഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. മാത്രമല്ല ഒരു 10 കൊല്ലം കൂടി അധികം നീ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നിൻ്റെ നിൻ്റെ ജയിൽ ശിക്ഷ കൂടിയിട്ടുണ്ട്, കാരണം ഇവൻ്റെ തലക്കടിച്ചല്ലോ, ആ ശിക്ഷ കൂടി കൂടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ രാഹുൽ പറയേ, എനിക്ക് തൂക്കുകയർ കിട്ടിയാലും സാരമില്ല സാറേ, ഞാൻ ഇവനെ വെച്ചേക്കില്ല. ഒരുപാട് അനുഭവം ഉണ്ടാക്കി പലർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇവനൊരിക്കലും മാറ്റം വരില്ല. ഇവനിപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്, ആരോടും സ്നേഹമില്ലാത്ത ഇവൻ ഇപ്പോൾ മകൾ സ്നേഹം വന്നിരിക്കുക. എടാ നിൻ്റെ കള്ളത്തരം എല്ലാവരും വിശ്വസിക്കും, പക്ഷേ ഞാനും എൻ്റെ മോളും വിശ്വസിക്കില്ല എന്ന് പറയും. അപ്പോൾ വാർഡൻ പറയാം, നിൻ്റെ ഒരു മോള്, അവൾ നിന്നെപ്പോലെ തന്നെ ജയിലിനകത്ത് അയ്യനെ, നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ, ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ടായിട്ടും എന്നിട്ടും കൊലവിളി നടത്തി ഇങ്ങോട്ട് വന്നത്. നിൻ്റെ മോൾ ജയിലിൽ കിടക്കേണ്ടവളാണ്, പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ കുറച്ച് പരിഗണന അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ജയിലിൽ കിടക്കാനൊന്നും മടിയില്ല സാറേ. സാർ ഇവനെ ഒന്ന് കൊന്നതാൽ കുറ്റം എൻ്റെ മകളെ ഏറ്റെടുത്തിട്ട് ജയിലിൽ കിടന്നോളൂ എന്ന് രാഹുൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ വാർഡൻ പറയേ, പിന്നെ എനിക്ക് അതിനല്ലേ പണി, നിന്നെയൊക്കെ മേയ്ക്കുന്നതിൻ്റെ പാട് എനിക്കേ അറിയാവൂ. അപ്പോൾ വിക്രം പറയും, ഇവനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ വേറെ ഏതെങ്കിലും ജയിലിൽ കൊണ്ടുപോയി കൂടായിരുന്നോ സാറേ? അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇവന് കുറച്ചുകൂടി ആയുസ് നീട്ടി കിട്ടിയാലോ പറയുവാണ്. അപ്പോൾ വാർഡൻ പറയാണ്, നീ കുറച്ച് ദിവസം ഈ വിയ്യൂരായിരുന്നല്ലോ, നീ ഇവനും കൂടി ഇപ്പോൾ ഗൂഢാലോചന നടത്തുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിന്നെ ഇപ്പോഴേ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ രാഹുൽ പറയാം,
ഞങ്ങളൊക്കെ സാറിനേക്കാൾ 10 മടങ്ങ് രാജകീയമായി ജീവിച്ചവരാണ്. അപ്പോൾ വാർഡൻ ചോദിക്കുക, അറിയാമെടാ, രാജകീയമായിട്ട് താമസിച്ചിട്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അപ്പം മനോഹർ പറയാ, ഇയാളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇയാൾ പുണ്യാളനും മറ്റുള്ളവരൊക്കെ എന്തോ പക്ക ക്രിമിനലാണെന്ന് തോന്നുമല്ലോ. ഇയാൾ ശരിയല്ല, എന്തൊക്കെ കുഴപ്പക്കാരനാണെന്നറിയാവോ എന്ന് പറയുവാണ് മനോഹറും. മിണ്ടാതിരിയടാ, എൻ്റെ മോളെ വലിച്ചു കീറിയിട്ട് നീ സംസാരിക്കുന്നോ എന്ന് ചോദിക്കും. മനോഹർ ചോദിക്കുക, എന്ത് വലിച്ചു കീറിയെന്നാണ് നിങ്ങൾ ഈ പറയുന്നേ? അപ്പോൾ മനോഹർ പറയണ, സാരേ ഇപ്പം നല്ലവളായി കാണുമായിരിക്കും, പക്ഷേ പണ്ട് അവൾ നല്ലവളൊന്നും അല്ലായിരുന്നു എന്ന് പറയുകയാണ് മനോഹർ. രാഹുലിന് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടേ. മറ്റുള്ളവരെ ഒരു കാരണവശാലും ജീവിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മോളും സമ്മതിച്ചിരുന്നില്ല, ആ കാലമൊക്കെ മറന്നുപോയെന്ന് ചോദിക്കുകയാണ് മനോഹർ. മനോഹർ പറയുകയാണ്, നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ ചുറ്റുപാടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ജനിച്ചത് അങ്ങനെയൊന്നുമല്ല. ആരോരുമില്ലാതെ തെരുവോരത്ത് ജനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്രിമിനലായി മാറിയെന്നൊക്കെ മനോഹർ പറയുവാണ്. വാർഡൻ വിക്രത്തിനോട് പറഞ്ഞു, ഈ മുട്ടാളൻ്റെ കൂടെ കിടന്ന് നീ ഇവിടെ സീനുണ്ടാക്കി കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ ഇതിനേക്കാൾ മോശമായിരിക്കും എന്ന് പറയുവാണ്. വാർഡൻ മനോഹറിനോട് പറയുന്നത്, നീ സൂക്ഷിച്ചോണമെന്ന് പറയാം. മനോഹർ പറയും, എനിക്ക് പേടിയൊന്നുമില്ല സാറേ, അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അയാൾ ചെയ്യട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ വാർഡൻ പറയുക, നീ എവിടെയെങ്കിലും പോയി വിശ്രമിച്ചു, നിൻ്റെ മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം നീ ജോലിയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മനോഹറിനെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ വാർഡൻ മനോഹറിനെയും രാഹുലിനോട് പറയടാ, പോയി ജോലി ചെയ്യടാന്ന് പറഞ്ഞിട്ട് വാർഡനും അങ്ങ് പോവുകയാണേ. പിന്നെ കാണിക്കുന്ന മൂപ്പൻ്റെ വീട്ടിൽ നമ്മുടെ അമലു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ ഒരു കവറിൽ നിന്ന് എടുത്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഗംഗ വരുവാണ്. അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അമലോട് ചോദിക്കുക, എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ ക്രിസ്മസിന് ഭയങ്കര ആഘോഷങ്ങളൊക്കെ, ഞങ്ങൾ അവിടെ പോകാറുണ്ടെന്നൊക്കെ പറയുവാണ്. അവിടെ ചെറിയൊരു കടയൊക്കെ ഇടാറുണ്ടെന്നൊക്കെ പറയുവാണേ. അവിടെ കരോള് നടക്കുമ്പോൾ ഞങ്ങളും ഈ വേഷത്തിൽ അവരോടൊപ്പം കൂടാറുണ്ടെന്നൊക്കെ അമലു പറയുവാണേ. എന്താ ആലോചിക്കുന്നത്, നിങ്ങളുടെ നാട്ടിലൊക്കെ ക്രിസ്മസിനൊക്കെ വലിയ ആഘോഷമായിരിക്കുമല്ലേ, അതൊക്കെ ആയിരിക്കുമല്ലേ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഞങ്ങളുടെ ഒപ്പം പോരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേണ്ടാന്ന് പിന്നെ ഗംഗ കാണിക്കുകയാണ്. അപ്പോൾ ശരിയാണല്ലേ, ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് അവരൊക്കെ കാണുമല്ലേ എന്ന് പറയുവാണ് അമലു. ഇങ്ങനെ അവൻ ചിന്തിച്ച് നിൽക്കുമ്പോൾ അവൾ ചോദിക്കും, വിനായകത്തിന് ചുക്കാപ്പി വേണമെന്ന് പറയുമ്പോൾ എന്ന് പറയുകയാണ്, ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാമെന്നും പറഞ്ഞിട്ട് അവൾ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അകത്തേക്ക് പോവുകയാണേ. ക്രിസ്മസ് അപ്പൂപ്പന് ഡ്രസ്സ് എടുത്തിട്ട് ഇവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഗംഗ ചിന്തിക്കുകയാണ്, കാർത്തികയുടെ കല്യാണം അടുത്ത് കാണുമായിരിക്കും, അപ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചായിരിക്കും അവരൊക്കെ ഇപ്പോൾ സന്തോഷിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഈ വേഷത്തിലെങ്ങാനും അവിടെ പോയി ചാടിയാലോ, അല്ലെങ്കിൽ അവളെ അവിടെ അമ്മയെ കൊല്ലണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുവാണ് കേട്ടോ. വനത്തിലൂടെ ഗംഗ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മരത്തിൽ വന്നൊരു കത്തി തറയ്ക്കുവാണ് കേട്ടോ. നോക്കുമ്പോൾ വേലുവാണ്. ഗംഗ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. കാണിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ഇട്ട് ഒരാൾ നിൽക്കുന്നതാണ് കേട്ടോ. അമലു കാണുവാണ്. പിന്നെ റൂമിനകത്തെ ഇങ്ങനെ നിൽക്കുവാണ്, ഒരുങ്ങിക്കൊണ്ട് നിൽക്കും. ഇത് ആരാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ അവൾ നിൽക്കുവാണേ. ഇത് കണ്ട അവസാനം അവൾക്ക് ചിരി വരുവാ കേട്ടോ. അവൾക്ക് വിനായകനാണെന്നത് മനസ്സിലായി. എന്തിനാ ഈ കോലത്തിലൊക്കെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവൾ ചിരിക്കുവാണേ. ഇടയ്ക്ക് അന്വേഷിച്ചായിരുന്നു, കണ്ടില്ലല്ലോ, എങ്ങോട്ടാ പോയെന്ന് പറയുമ്പോൾ അവൻ ചുമ്മാ അങ്ങ് പോയതാന്ന് കാണിക്കുവാണേ. ഒരു ഐഡിയ തോന്നിയത്, വിനായേട്ടനെ കരോൾ തുടങ്ങുന്ന സമയത്ത് പള്ളിയിൽ പോവില്ലേ, ആ സമയത്ത് ഈ വേഷത്തിൽ വരാമല്ലോ, ഇതാകുമ്പോൾ ആരും കാണില്ലല്ലോ എന്നൊക്കെ പറയുവാണേ. ഇന്നിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോൾ അമലി പറയും, ഇത്രമാത്രം എന്താ ആലോചിക്കാനാണെന്നൊക്കെ പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.